എല്ലാവർക്കും നമസ്കാരം. ഞാൻ കുമാരി. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സ്നേഹവും നന്മകളൊക്കെ നേരാണ്. എൻ്റെ വീഡിയോ കണ്ടതിനും എന്നെ സബ്സ്ക്രൈബ് ചെയ്തതിനൊക്കെ ഒരുപാട് നന്ദി പറയണം എല്ലാവരോടും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ 28 ദിവസത്തെ പ്രാക്ടീസിൻ്റെ രണ്ടാമത്തെ ദിവസമാണിന്ന്. ഇന്ന് ഫസ്റ്റ് ഡേ ചെയ്ത് കഴിഞ്ഞവർ ഇത് ചെയ്യാൻ നോക്കണം. ഫസ്റ്റ് ഡേ കഴിഞ്ഞിട്ടാണ് ഇത് ചെയ്യാൻ പാടുള്ളൂ. തുടർച്ചയായിട്ട് നമ്മൾ പറഞ്ഞ് 28 ദിവസം ചെയ്യേണ്ടതാണ്. അതിൽ ഇന്നത്തെ രണ്ടാമത്തെ ദിവസം, അതായത് ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് മാജിക് റോക്കാണ്. ഒരു ചെറിയ ഉരുളൻകല്ല്, ഒരു നല്ല കല്ല് വെച്ചുകൊണ്ട് എങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് മാന്ത്രികത കൊണ്ടുവരാം, എങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ നേടിയെടുക്കാം എന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഡേ ഫസ്റ്റ് ചെയ്തവർ ഇത് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ പരിശീലനം തുടർന്ന് ചെയ്യുക. ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങളും സമാധാനവും നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മളൊരു കല്ല് കണ്ടെത്തുക. അതായത് നമ്മൾ ഒരു ചെടിത്തോട്ടത്തിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ അരുവിയുടെ കരയിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ ഫിഷ് ടാങ്കിലൊക്കെ ഇട്ട് വെക്കുന്ന ചെറിയൊരു ഉരുളൻ കല്ലുണ്ടല്ലോ, മിനുസുള്ളൊരു കല്ല് കണ്ടെത്തുക. അതാ വെച്ചിട്ടാണ് നമ്മുടെ പരിശീലനം. ഇനി ഒന്നും നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ മെറ്റലുണ്ടാവില്ലേ, ഉരുളൻ ഒരു പാറക്കല്ല്, ചെറിയൊരു കഷ്ണം മെറ്റൽ, നല്ല ഇത്തിരി മിനുസുള്ളത് എടുക്കുക. നമ്മുടെ കയ്യിൻ്റെ ഉള്ളിൽ പിടിക്കാൻ പറ്റുന്ന, നമ്മളൊരു കയ്യിൽ അടച്ച് പിടിക്കാൻ പറ്റുന്ന, ബുദ്ധിമുട്ടൊന്നും തോന്നാത്ത ചെറിയൊരു മിനുസുള്ളൊരു കല്ല് കണ്ടെത്തുക. ഇത് വെച്ചിട്ടാണ് നമ്മുടെ പരിശീലനം. ഒരു പക്ഷെ നിങ്ങൾക്ക് തോന്നാം ഈ പാറക്കല്ല് വെച്ച് എന്ത് പരിശീലനമാണ്, ഇതുകൊണ്ട് എന്താണ് നമ്മൾ നേടാൻ പോണതെന്നൊക്കെ തോന്നാം. പക്ഷേ ഇത് ഒരുപാട് മാറ്റങ്ങളും ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. കുറേ ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളതും അവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള പ്രാക്ടീസാണ്. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നേടിയെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഡിസൈൻ ചെയ്തിട്ടുള്ള ഇതുകളാണിത്. അപ്പോൾ നമ്മളിത് ആദ്യം ഈ കല്ല് കണ്ടെത്തുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതൊന്ന് കഴുകി വൃത്തിയൊക്കെ ആക്കി നമ്മൾ ഉറങ്ങാൻ പോകുമ്പോൾ നമ്മളെ തലണേൻ്റെ അടുത്ത് വയ്ക്കുക, ബെഡിൻ്റെ അടുത്ത് വയ്ക്കുക. ഒരു ഇത്തിരി സ്പേസ് നമ്മൾ കാണാവുന്ന തരത്തിൽ ഇത് വയ്ക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, ആദ്യമായിട്ട് ചെയ്യേണ്ടത്, ഇത് കിട്ടി രാത്രി ഉറങ്ങാൻ പോകുന്ന സമയത്ത് നമ്മൾ ഈ കല്ലെടുത്ത് നമ്മുടെ കയ്യിൻ്റെ ഉള്ളിൽ പിടിക്കുക. ഒരു കൈ വെച്ചിട്ട് അത് അടച്ച് പിടിക്കുക. എന്നിട്ട് നമ്മളിന്ന് റിലാക്സ് ആയിട്ട് ആലോചിക്കുക, ഇന്ന് രാവിലെ മുതൽ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് നമുക്ക് ലഭിച്ചത്, എന്തൊക്കെ നല്ല കാര്യങ്ങളാണ് നമ്മളിലേക്ക് വന്നത്, നമ്മൾ ആരോടൊക്കെയാണ് നന്ദി പറഞ്ഞൊക്കെയുള്ള ഒരു കാര്യങ്ങൾ ആലോചിക്കുക. അങ്ങനെ ഓർത്തെടുക്കുമ്പോൾ നമ്മൾ നല്ലത്, ഏറ്റവും നല്ലത് നമ്മൾ അന്വേഷിക്കുക. ഏറ്റവും നല്ലത് ഉണ്ടായത് നമ്മളെ ടച്ച് ചെയ്ത കാര്യങ്ങൾ ഉണ്ടാവില്ലേ നമ്മുടെ ജീവിതത്തിൽ, ഇന്നത്തെ ദിവസം നമ്മൾ എന്താണ് ഏറ്റവും നല്ലത് നമുക്ക് ടച്ച് ചെയ്ത കാര്യം അന്വേഷിക്കുക. അപ്പോൾ നമ്മൾ ഓരോ നന്ദിയും ഓരോ നല്ല കാര്യങ്ങളിലൂടെ കടന്നു വരുമ്പോൾ അന്നത്തെ ദിവസം ഉണ്ടായ ഏറ്റവും നല്ല കാര്യത്തിന് നമ്മൾ ഓർത്തെടുത്തിട്ട് അതിന് നമ്മൾ ഫീല് ചെയ്ത് വളരെയധികം ആത്മാർത്ഥതയോടുകൂടി ഫീൽ ചെയ്തുകൊണ്ട് നെഞ്ചിൽ കൈ വെച്ച് ഈ കൈ ഇങ്ങനെ വെച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഫീൽ ചെയ്ത് നന്ദി പറയും. ഒരുപാട് നന്ദി പറയും. എന്താണ് നിങ്ങൾക്ക് ആ സംഭവിച്ച നല്ല കാര്യം അത് ഓർത്തെടുത്ത് അതിന് നന്ദി പറയും. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് തുടർച്ചയായിട്ട് നമ്മൾ 28 ദിവസം നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ, നമ്മൾ മാനസികമായും ശാരീരികമായും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്ന തരത്തിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൃതജ്ഞത ഏറ്റവും മികച്ച കാര്യം കണ്ടെത്താൻ വേണ്ടി നമ്മളിങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അന്നുണ്ടായ എല്ലാ നല്ല കാര്യങ്ങളിലൂടെയും നമ്മൾ മനസ്സ് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് പോവുകയാണ്. നമ്മൾ ഇപ്പോൾ രാവിലെ മുതൽ പല കാര്യങ്ങൾ സംഭവിക്കും, നമ്മൾ നന്ദി പറഞ്ഞിട്ടുണ്ടാവാം, പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാകും. പക്ഷെ ഒന്നും കൂടി നമ്മളത് ഉറപ്പിക്കണം, മനസ്സിൽ ഓർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കണം, ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മളറിയാതെ തന്നെ എല്ലാ ദിവസവും നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. നമ്മളിപ്പോൾ രാവിലെ എണീറ്റ് നമ്മൾ അടുക്കളയിൽ പോകുമ്പോൾ നിങ്ങൾ നടന്നു പോയി അടുക്കള ചെല്ലുമ്പോൾ നിങ്ങൾ ടാപ്പ് തുറക്കുമ്പോൾ നിങ്ങൾക്ക് വെള്ളം സുലഭമായിട്ട് ലഭിക്കുന്നുണ്ട്. അടുക്കളയിൽ നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഓരോന്നിനും നമ്മൾ ആത്മാർത്ഥമായിട്ട് നന്ദി പറയാം. എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് നമുക്കുള്ളത് അത് ഓർത്തെടുത്തുകൊണ്ട് നന്ദി പറയുമ്പോൾ ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് വീണ്ടും വീണ്ടും വന്നു ചെയ്തിട്ട് ഇതൊരു കാന്തിക ശക്തി ഉണ്ട്. നമ്മൾ പറഞ്ഞിരുന്നു കൃതജ്ഞത അതൊരു കാന്തിക ശക്തി ഉണ്ടല്ലേ, ഇതിനൊരു കാന്തിക പ്രഭാവമുണ്ട്. നമ്മൾ എന്താണോ കൊടുക്കുന്നത്, ലോ ഓഫ് അട്രാക്ഷൻ തന്നെയാണ്. എന്താണ് നമ്മൾ കൊടുക്കുന്നത് നമുക്കതിൻ്റെ ഇരട്ടിയായിട്ട് തിരിച്ചു കിട്ടും. ഇതിനൊരു കാന്തിക ശക്തി ഉണ്ട്. ന്യൂട്ടൻ്റെ നിയമപ്രകാരം തന്നെയാണ്, ലോ ഓഫ് അട്രാക്ഷൻ നിയമമാണിത്. അപ്പോൾ എന്താണോ കൊടുക്കുന്നത് അതിൻ്റെ ഇരട്ടിയായിട്ട് നമ്മളിലേക്ക് തന്നെ തിരിച്ചു കിട്ടും. അപ്പോൾ ഇതിനൊരു കാന്തിക ശക്തിയുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും എല്ലാ കാര്യങ്ങൾക്കും ഓർത്തെടുത്തുകൊണ്ട് ചെറിയ കാര്യങ്ങളായാലും നമ്മൾ നന്ദി പറയാം. കുറച്ചുള്ളെങ്കിലും അതിന് നന്ദി പറയാം. എല്ലാത്തിനും നമ്മൾ നന്ദി പറയാൻ പഠിക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു, അതിൻ്റെയൊക്കെ തുടർച്ച തന്നെയാണ്. അപ്പോൾ നമ്മൾ നന്ദിനെ കുറിച്ച്, നമ്മൾ കൃതജ്ഞതയെ കുറിച്ച് നമ്മൾ തിരഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ, ഒരു ദിവസം തിരഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും. വീണ്ടും വീണ്ടും നമ്മളത് മനസ്സിൽ ഉറപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന, ഉറങ്ങുന്നത് പിന്നെ രാവിലെ എണീക്കുമ്പോൾ തന്നെ. അപ്പോൾ നമ്മൾ രാത്രി ഈ നന്ദി പറഞ്ഞുകൊണ്ട് ഓർത്തെടുത്ത് നല്ല ഫീലിങ്ങോടുകൂടി കിടന്ന് ഉറങ്ങുമ്പോൾ
നമ്മൾ ലാസ്റ്റ് തോട്ട് എന്താണോ, ഉറങ്ങാൻ പോകുന്ന സമയത്തുള്ള ലാസ്റ്റ് തോട്ട് എന്താണോ അത് നമ്മുടെ ഉള്ളിൽ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡും നമ്മുടെ മനസ്സിൽ അത് ഉണ്ടായിരിക്കും. അതിങ്ങനെ അവിടെ ഉണ്ടാക്കി വേറെ ഒരു നെഗറ്റീവ് ചിന്തകളും അങ്ങോട്ട് കടന്നു വരില്ല. അവിടെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഉണരുന്നത് വരെ നമ്മുടെ ആ ഫീലിംഗ് എന്തായിരിക്കും, ഈ നല്ലൊരു ഫീലിംഗ് ആയിരിക്കും നമുക്ക്. അപ്പം നമ്മൾ ഉറങ്ങുന്നതും നന്ദി ഭാവത്തോടുകൂടി ഉണരുന്നതും നന്ദിയോട് കൂടിയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതിന് വേണ്ടിയാണ് നമ്മൾ ഇത് പറഞ്ഞുകൊണ്ട് പറയുന്നത്. പിന്നെ എണീറ്റ് കഴിയുമ്പോഴും നമ്മൾ നന്ദി പറയും. എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ വീട്ടമ്മമാരുടെ അടുക്കളയിലേക്ക് പോകുമ്പോൾ നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും എല്ലാം നമുക്കുണ്ടല്ലോ, അതിനെല്ലാത്തിനും ഓരോന്നിനും നമ്മൾ നന്ദി ഭാവം ഉണ്ടായിരിക്കും. എപ്പോഴും നിങ്ങൾ ഓർക്കര നന്ദി പറയണമെന്നല്ല, നന്ദി ഭാവം പറ്റാവുന്നിടത്തോളം നന്ദി പറയാം. ചില ആളുകളൊക്കെ ആയിരക്കണക്കിന് പ്രാവശ്യം ഒരു ദിവസം നന്ദി പറയുന്നവരുണ്ട്, നന്ദി പറഞ്ഞുകൊണ്ട് ജീവിതം മാറിയവരുണ്ട്. എത്ര വേണമെങ്കിലും നമുക്ക് പറയാം, ഓർക്കുമ്പോഴൊക്കെ നന്ദി പറയാം. അല്ലെങ്കിൽ നന്ദി ഭാവം ഉണ്ടായിരിക്കാം മനസ്സിൽ. ഓരോ കാര്യം ചെയ്യുമ്പോഴും ആ നന്ദിയുടെ ഫീലിങ്ങോട് കൂടി നമുക്ക് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമുക്ക് ഇത് പറയാനൊന്നും പെട്ടെന്ന് ഓർമ്മയിൽ വരണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പാറക്കല്ല് ഉപയോഗിച്ചിട്ട് പറയുന്നത്. അപ്പോൾ ഇത് നിസ്സാര ഒരു കാര്യമല്ല, ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ്. അത് ഈ മാന്ത്രിക ശക്തി, ഇതൊരു കാന്തിക പ്രഭാവമുള്ളതാന്ന് പറഞ്ഞത് ശക്തി നമ്മളിലേക്ക് വന്നു ചേരാനും നമ്മുടെ മാനസികവും ശാരീരികവുമായ ഒരുപാട് മാറ്റങ്ങൾ നമുക്കുണ്ടാവും. അപ്പോൾ നമ്മുടെ സീക്രട്ട് സിനിമയിലൊക്കെ ആ ഫിലിമിൽ ലീ ബ്രോവറാണ് ആ മാന്ത്രിക കല്ലിൻ്റെ പരിശീലനം നമുക്ക് അവതരിപ്പിക്കുന്നത്. അതായത് മരണാസന്നനായ ഒരു കുട്ടിയുടെ പിതാവ് അദ്ദേഹത്തിനോട് ഈ മാന്ത്രിക കല്ല് ആവശ്യപ്പെട്ടു. അങ്ങനെ അദ്ദേഹം അരുവിയുടെ കരയിൽ നിന്ന് കല്ലുകൾ എടുത്ത് കൊടുത്തു. അദ്ദേഹം അത് മകന് വേണ്ടി കൃതജ്ഞത പ്രാക്ടീസ് ചെയ്തു ഈ കല്ല് വെച്ചുകൊണ്ട്. അപ്പോൾ ആ കുട്ടീനെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിഞ്ഞ അതോട് കൂടിയിട്ടാണ് എല്ലാവരും ഇത് വിശ്വസിക്കാനും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ അത് ചെയ്യും. അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ, സന്തോഷത്തിനും അവരുടെ ജീവിതത്തിൽ സമാധാനത്തിനും ആഗ്രഹിച്ച് നേടിയെടുക്കാനൊക്കെ പണത്തിനും എല്ലാത്തിനും വേണ്ടി ഇത് പ്രാക്ടീസ് ചെയ്ത് എല്ലാവരും അത് അംഗീകരിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മളും ഇത് ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കണ്ട. അപ്പോൾ എല്ലാവരും ഇത് അതിൻ്റെ കാര്യത്തിൽ ഓഫ് അട്രാക്ഷൻ തന്നെയാണത്. നമ്മൾ എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യാൻ, നമുക്കും നല്ലൊരു ജീവിതം വേണമെന്ന് ആഗ്രഹമുള്ള, നമുക്ക് സമ്പത്താണോ സമൃദ്ധിയാണോ ഐശ്വര്യമാണോ റിലേഷൻഷിപ്പ് എന്താണോ വേണ്ടുന്നത് അതൊക്കെ നമുക്കും നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിന് നമ്മളിത് എല്ലാ ദിവസവും എത്രമാത്രം നിങ്ങൾക്ക് നന്ദി പറയാൻ പറ്റും അത്രമാത്രം നിങ്ങൾ നന്ദി പറയാൻ മനഃപൂർവ്വം പറഞ്ഞ് ശീലമായി കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ശീലമായിട്ട് മാറും. അപ്പോൾ നമ്മുടെ ശരീരത്തിലും മനസ്സിലും കുറേ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. നമ്മുടെ എല്ലാം ചേഞ്ച് ആയിക്കൊണ്ട് നമുക്ക് നല്ലൊരു ജീവിതം ആഗ്രഹിക്കുന്നതൊക്കെ നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഈ പ്രാക്ടീസ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാ ദിവസവും ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. രാവിലെയും നന്ദി പറയുക. പിന്നെ നമ്മൾ ഫസ്റ്റ് ഡേയിൽ പറഞ്ഞത് എന്താണ്, കൗണ്ട് യുവർ ബ്ലെസ്സിംഗ്, നമ്മുടെ അനുഗ്രഹങ്ങൾ എല്ലാ ദിവസവും